അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് وعلى سيدنا خليل الله إبراهيم وعلى سيدنا إسماعيل وعلى سيدتنا هاجر وعلى أساتذتنا ومشايخنا. ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ, ഫർളായ ഹജ്ജിൻ്റെ തവാഫാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അത് ശരിയാവണമെങ്കിൽ ഒരുപാട് നിബന്ധനകൾ ഒത്തുവരണം. അപ്പം നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. 4 തരം തവാഫുകളുണ്ട്. ഒന്ന് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ ഫർളായ തവാഫുകൾ. 2 മക്കയുടെ പുറത്ത് നിന്ന് ഇഫ്രാദായി ഇഹ്റാം ചെയ്തോ അല്ലെങ്കിൽ തമത്തുഇൻ്റെ ചില രൂപങ്ങളിൽ പുറത്ത് നിന്ന് ഇഹ്റാം ചെയ്തു വരുന്നവരോ ആയ ഹാജിമാർക്ക് മക്കയിലെത്തിയാൽ ചെയ്യൽ സുന്നത്തുള്ള തവാഫ്. അതിൻ്റെ പേര് ഖുദൂമിൻ്റെ തവാഫ് എന്നാണ്. 3-മത്തത് മക്കയോട് വിട പറയുമ്പോൾ ഹാജി ആവട്ടെ ഹാജി അല്ലാത്തവരാവട്ടെ അവർക്ക് വാജിബായ വദാഇൻ്റെ തവാഫ്. 4-മത്തത് ഇതൊന്നുമല്ലാത്ത ഖുദൂമിൻ്റെ തവാഫും അല്ല, ഹജ്ജിൻ്റെയോ ഉംറയുടെ ഫർളായ തവാഫുമല്ല, വദാഇൻ്റെ തവാഫുമല്ലാത്ത സുന്നത്തായ തവാഫുകൾ. ഏത് സമയത്ത് ആർക്കും തവാഫ് ചെയ്യാലോ, അതാണ് സുന്നത്തായ തവാഫ്. ഇങ്ങനെ 4 ഇനം തവാഫുകളുണ്ട്. മക്കത്തുള്ളവർക്ക് ഖുദൂമിൻ്റെ തവാഫില്ല. മക്കത്തുള്ള ആ നാട്ടുകാരാവട്ടെ നമ്മെപ്പോലെ അവിടെ പ്രവാസികളായ ഹജ്ജിന് പോകാൻ വേണ്ടി അവിടെ വന്ന മുഖീമീങ്ങളാവട്ടെ അവർക്കൊന്നും എന്തില്ല, ഖുദൂമിൻ്റെ തവാഫ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ ഇഹ്റാം ചെയ്ത് നേരെ മിനയിലേക്ക് പോവുകയാണ് വേണ്ടത്. അതിനാൽ അവർക്ക് ഹജ്ജിൻ്റെ ഫർളായ സഅയ് നേരത്തെ ചെയ്യാനും പറ്റില്ല. മക്കത്തുള്ളവർക്ക് ഇനി ഹജ്ജിൻ്റെ സഅയ് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. അതേസമയം ജിദ്ദയിൽ നിന്നും മറ്റുമൊക്കെ ഇഫ്രാദായി ഇഹ്റാം ചെയ്തു വരുന്നവർക്ക്, അല്ലെങ്കിൽ ഹജ്ജ് മാസങ്ങളിൽ ഉംറ ചെയ്ത് തിരിച്ചുപോയി തങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത അതേ മീക്കാത്തിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തു വരുന്നവർ, അവരും തമത്തുവായി ഇഹ്റാം ചെയ്തവർ തന്നെയാണ്. പക്ഷേ മീക്കാത്തിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് അവർക്ക് അറവ് നിർബന്ധമില്ലെന്ന് മാത്രം. അത്തരക്കാരൊക്കെ 7-നോ 8-നോ ഒക്കെ ആയിരിക്കും ജിദ്ദയിൽ നിന്ന് അല്ലെങ്കിൽ റിയാദിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടുക. അവർ നേരെ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് മക്കത്തെത്തിയാൽ ഖുദൂമിൻ്റെ തവാഫ് സുന്നത്താണ്. അത് കഅബയുടെ വിശുദ്ധ കഅബാലയത്തിൻ്റെ തഹിയ്യത്താണ്. ആ തവാഫിന് ശേഷം, അഥവാ സുന്നത്തായ ഈ ഖുദൂമിൻ്റെ തവാഫിന് ശേഷം ഫർളായ അവരുടെ സഅയ് ചെയ്യാം. അവർക്ക് ദുൽഹജ്ജ് 10-ന് എല്ലാവർക്കും ഫർളായ സഅയ് ഉണ്ട്. ആ ഫർളായ സഅയ് അത്തരം ആളുകൾക്ക് ഖുദൂമിൻ്റെ തവാഫിന് ശേഷം ചെയ്യാം. പിന്നെ അവർക്ക് ഫർളായ സഅയ് ഇല്ല, ഫർളായ തവാഫ് മാത്രം ചെയ്താൽ മതി. ഇനി അവരെ മക്കയിലേക്ക് കൊണ്ടുപോവാതെ മുത്തവ്വിഫ് നേരെ മിനയിലേക്കാണ് കൊണ്ടുപോവുക. അങ്ങനെ ഉണ്ടാവും. ചില മുത്തവ്വിഫ് നേരെ മിനയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ടാവും. ചിലർ മക്കത്തേക്ക് കൊണ്ടുപോയി തവാഫിന് സൗകര്യം ചെയ്തു കൊടുത്തതിന് ശേഷം മിനയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ടാവും. ഇനി മിനയിലേക്കാണ് നേരിട്ട് പോയതെങ്കിൽ എന്ത് ചെയ്യാം? അത്തരക്കാർക്കും സമയമുണ്ടെങ്കിൽ, അഥവാ ദുൽഹജ്ജ് 7-നാണ് മിനയിലെത്തിയത്, അവർക്ക് 7-ൻ്റെ അന്നും ഒഴിവുണ്ട്, 8-ൻ്റെ അന്നും ഫ്രീ ആണല്ലോ. ഇനി 8-ൻ്റെ അന്ന് രാവിലെയൊക്കെ എത്തിയാലും അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അത്തരക്കാർക്കൊക്കെ എന്ത് ചെയ്യാം? മിനയിൽ അവരുടെ താമസ സ്ഥലവും ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി സാധനങ്ങളൊക്കെ പാന വെച്ച് അവർക്ക് എന്ത് ചെയ്യാം? ഖുദൂമിൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടി ടാക്സിക്കോ മറ്റോ മക്കയിലേക്ക് പോവാം. നടന്നു പോകരുത്, ടാക്സിക്ക് പോവാം. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ ചെന്ന് ഖുദൂമിൻ്റെ തവാഫ് ചെയ്ത് അതിൻ്റെ ശേഷം ഫർളായ സഅയ് അവർക്കും ചെയ്യാവുന്നതാണ്. അറഫയിലെ നൃത്തം തുടങ്ങിയാൽ പിന്നെ ഖുദൂമിൻ്റെ തവാഫ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ സമയം അവസാനിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നാം ഇതുവരെ പറഞ്ഞ ഓർഡർ അനുസരിച്ച്, ഇന്നലത്തെ ക്ലാസ്സിൽ വരേക്കും പറഞ്ഞ ഓർഡർ അനുസരിച്ച് ദുൽഹജ്ജ് 10-ന് ചെയ്യേണ്ടുന്ന 4-മത്തെ കർമ്മമാണ് ഈ പരിശുദ്ധമായ തവാഫ്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്തു? ജംറത്തുൽ അഖബയെ എറിഞ്ഞു, അറവ് നടത്താനുള്ളവർ. 3-മത്തത് എന്തായിരുന്നു? നമ്മുടെ മുടി മുറിക്കുക, മുടി നീക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ ആ മുടി അല്പം വെട്ടിക്കളയുക.
ഈ 3 കർമ്മങ്ങളും ചെയ്തു. ഇനി 4ാമത്തെ കർമ്മമാണ് തവാഫ്. ഇത് ഹജ്ജിൻ്റെ ഫർളായ തവാഫാണ്. ഹജ്ജിൻ്റെ ഫർളായ തവാഫാണ്. ഇത് ചെയ്യാതെ ഹജ്ജ് പൂർത്തിയാകുന്നതല്ല, ഫിദിയ കൊണ്ട് പരിഹരിക്കാവുന്നതുമല്ല. ഇതിൻ്റെ സമയം തുടങ്ങലെപ്പോഴാ? പെരുന്നാളിൻ്റെ രാവ് പകുതിയാകുന്നതോടുകൂടി ഈ തവാഫിൻ്റെ സമയം പ്രവേശിക്കും. മരണം വരേക്കും അതിൻ്റെ സമയം നിലനിൽക്കും. അഥവാ അത് നിർവഹിച്ചെങ്കിലേ അവൻ്റെ പിരടിയിൽ നിന്ന് ആ ബാധ്യത തീരുകയുള്ളൂ, ഹജ്ജ് ശരിയാവുകയുള്ളൂ. എന്നാൽ ശ്രേഷ്ഠമായ സമയം പെരുന്നാളിൻ്റെ പകൽ സമയത്താണ്. ഈ പറഞ്ഞ ദുൽഹജ്ജ് 10ൻ്റെ അന്ന് പകൽ സമയത്ത് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അതിനുമപ്പുറം 11ലേക്കോ 12ലേക്കോ 13ലേക്കോ ഒക്കെ പിന്തിക്കൽ കറാഹത്താണ്. അതിൻ്റെയും ശേഷം പിന്തിക്കൽ വളരെ ശക്തമായ കറാഹത്താണ്. നാം ഇതുവരെ പറഞ്ഞ ഓർഡർ അനുസരിച്ച് എന്താ എത്തിയത്? നാം ജംറത്തുൽ അഖബയെ എറിഞ്ഞു, അറവ് നടത്താനുള്ളവർ അറവ് നടത്തി, മുടി മുറിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ദുൽഹജ്ജ് 10ന് ചെയ്യാനുള്ള ഈ പ്രധാനമായ അമൽ തവാഫാണ്. ഇത് ഫർളാണെന്ന് നാം പറഞ്ഞു, അത് നാം മനസ്സിലാക്കി. ഖുദൂമിൻ്റെ തവാഫ് ചെയ്തതുകൊണ്ട് ഈ തവാഫിന് പകരമാവില്ല, പ്രത്യേകം മനസ്സിലാക്കണം. ജിദ്ദയിൽ നിന്നൊക്കെ പോകുന്നവർ ഖുദൂമിൻ്റെ തവാഫ് സുന്നത്തായ തവാഫാണെന്ന് മനസ്സിലാക്കി വെക്കണം. അതെന്തല്ല, ഫർളായ തവാഫല്ല. ഇത് ഹജ്ജിൻ്റെ, ഇപ്പോൾ ഈ 10ൻ്റെ അന്ന് നമ്മൾ ചെയ്യുന്നത് ഹജ്ജിൻ്റെ ഫർളായ തവാഫാണ്. ആ തവാഫിൻ്റെ പ്രായോഗിക രൂപമെന്ന് ഞാൻ പറയാം. പിന്നീട് തവാഫിൻ്റെ ഷർത്തും അതുപോലെ സുന്നത്തുകളുമൊക്കെ ഞാൻ അയച്ചു തരികയും ചെയ്യാം. എന്നിട്ട് നോക്കിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നാം ഇപ്പോൾ അർദ്ധ തഹല്ലുലാവാൻ കാരണമായ ജംറത്തുൽ അഖബയെ എറിയുക, മുടി നീക്കുക എന്നീ 2 കർമ്മങ്ങളും ചെയ്തു. ഇനി താമസ സ്ഥലത്ത് പോയി നന്നായി സോപ്പും എണ്ണയും ഒക്കെ ഉപയോഗിച്ചൊന്ന് കുളിച്ച് വൃത്തിയാവുക. അപ്പോഴേക്ക് 10ൻ്റെ അന്ന് രാവിലെ ഏകദേശം 10 മണിയോ 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ചെറുതായൊന്ന് ഉറങ്ങി വിശ്രമിക്കുന്നു നല്ലതാണ്. ശേഷം നാം നേരത്തെ പറഞ്ഞ അഫ്ളലായ സമയത്ത് തന്നെ തവാഫ് നിർവഹിക്കണമെന്ന ആശയുള്ളവർ തൻ്റെ അമല് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് തന്നെ ആവണമെന്ന് ഉദ്ദേശമുള്ളവർ ഉച്ചഭക്ഷണവും കഴിച്ച് ളുഹർ നിസ്കരിക്കാനോ നിസ്കരിച്ച ഉടനെയോ തവാഫിന് പോവുക. സാധിക്കാത്തവർക്കും പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കുമൊക്കെ വേണമെങ്കിൽ രാത്രിയിലേക്കോ 11ൻ്റെ അന്ന് രാവിലെയിലേക്കോ ഒക്കെ മാറ്റിവെക്കാം. പക്ഷേ ശ്രേഷ്ഠമായ രൂപം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, കറാഹത്തും ഉണ്ടാവും. അപ്പോൾ ഈ ശ്രേഷ്ഠമായ രൂപമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. തവാഫിന് പോകുന്നവർ മക്കത്തേക്ക് നടന്നു പോവാമെന്ന് ആലോചിക്കരുത്. നേരത്തെ നമ്മൾ അറഫയിൽ നിന്നും മുസ്ദലിഫയിൽ നിന്നുമൊക്കെ നടക്കരുത് എന്ന് പറഞ്ഞതുപോലെ മിനയിൽ നിന്ന് മക്കയിലേക്കും നടക്കാൻ തീരുമാനിക്കരുത്. കാരണം എന്താ? ജംറയുടെ അടുത്ത് നിന്ന് തന്നെ പരിശുദ്ധ മക്കയുടെ കഅബാലയത്തിൻ്റെ അടുക്കിലേക്ക് ചുരുങ്ങിയത് 6 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ താമസ സ്ഥലം ഒരു പക്ഷെ അവിടെ നിന്നൊക്കെ ദൂരെയായിരിക്കും ഉണ്ടാവുക. മിനയുടെ അറ്റത്താണെങ്കിൽ അവിടെ നിന്നുള്ള മക്കയിലേക്കുള്ള ദൂരം 7, 8, 9, ചിലപ്പോൾ 10 കിലോമീറ്റർ വരെയും ഉണ്ടാകും. ഇത്രയും ദൂരം ഈ അതിചൂടുള്ള സമയത്ത് നാം നടക്കാൻ തീരുമാനിച്ചാൽ ആകെ ക്ഷീണിച്ച് പിന്നീട് ഉന്മേഷത്തോടെ ഈ സുപ്രധാന കർമ്മം ചെയ്യാൻ നമ്മോട് സാധിക്കില്ല. അതിനാൽ ഒന്നിരിക്കൽ ഗ്രൂപ്പിൻ്റെ വാഹനത്തിൽ പോവുക. ഇനി അവരുടെ സമയം നമുക്ക് പറ്റിയ സമയമല്ല, അല്ലെങ്കിൽ അഫ്ളലായ സമയത്തല്ല അവരുടെ വാഹന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ കണ്ടാൽ നാം എന്ത് ചെയ്യുക? ടാക്സിക്ക് മക്കത്തേക്ക് പോകാം. 20-30 ഒക്കെ റിയാല് കൊടുത്താൽ മക്കത്തേക്ക് സുഖമായി ടാക്സിക്കെത്തും. അതിനൊക്കെ തന്നെയല്ലേ നമ്മുടെ പൈസ. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗിക്കുക. എങ്ങനെ പോവുകയാണെങ്കിലും പോകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. ഒന്ന്, നാം മുമ്പൊക്കെ പറഞ്ഞതുപോലെ പാസ്പോർട്ട്, നമ്മുടെ ഇഖാമ പോലുള്ള ഔദ്യോഗിക രേഖകളൊന്നും ഹറമിലേക്ക് കൊണ്ടുപോകരുത്. ആരും ചോദിക്കുകയുമില്ല. നിൻ്റെ ഇഖാമ എവിടെ, നിൻ്റെ പാസ്പോർട്ട് എവിടെയെന്ന് ആരും ചോദിക്കുന്നതുമല്ല. അവയൊക്കെ മിനയിൽ സുരക്ഷിത കൈകളിൽ ഏൽപ്പിച്ചു പോകുക. നേരത്തെ നാം പറഞ്ഞതുപോലെ പ്രവാസികൾക്ക് അവരുടെ തസ്രീഹ് കയ്യിലുണ്ടായാൽ മതി. തസ്രീഹ്, അതുപോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് അവരുടെ വളയും ഏതെങ്കിലും ഒരു ID കാർഡും കയ്യിൽ കരുതിയാൽ മതി. അതുപോലെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകേണ്ട, അതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എങ്ങനെ പോവുകയാണെങ്കിലും പോകുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. പുരുഷന്മാരെന്ത് ചെയ്യുക? പാൻറ്റും ഫിറ്റുള്ള കോട്ടൺ ബനിയനും ഫുൾ കൈ ഷർട്ടും കാലിന് സോക്സും ഒക്കെ ധരിക്കുക. സോക്സൊക്കെ വുളു ഉണ്ടാക്കിയിട്ട് ധരിച്ചാൽ കയ്യിൽ കരുതുക. വൃത്തിയുള്ള വെള്ള നിറത്തിലുള്ള തോർത്തോ ഷാളോ ഉണ്ടെങ്കിൽ അതും കയ്യിൽ കരുതുക. അതെന്തിനാ? തലമറക്കാനാണ്. ചെരുപ്പ് സൂക്ഷിക്കാൻ പറ്റിയ കീസും കയ്യിൽ കരുതുക. ചെറിയ കീസോ സഞ്ചിയോ ബാഗോ എന്തെങ്കിലും കയ്യിൽ കരുതുക.
സ്ത്രീകളോ അവർ പർദ്ദയും നിക്കാബും, നിക്കാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, മുഖം മൂടി, കാലിന് കട്ടിയും ഫിറ്റുമുള്ള ടൈറ്റുള്ള സോക്സും കയ്യുറയും കരുതുക. അതുപോലെ ജലദോഷവും മറ്റുമൊക്കെ വരാതിരിക്കാൻ മാസ്കും ധരിക്കാവുന്നതാണ്. ഓർക്കണം, ഈ കാര്യങ്ങളൊക്കെ നാം പറയുന്നത് ഒന്നാമത്തെ തഹല്ലുൽ ആയവരെ കുറിച്ചാണ്, അഥവാ എറിയുകയും മുടി നീക്കുകയും ചെയ്തവരെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇനി ഒരാൾ മുസ്ദലിഫയിൽ നിന്ന് ആദ്യമായി മക്കത്തേക്കാണ് പോകുന്നത്, അവൻ എറിയുകയോ മുടിമുറിക്കുകയോ ചെയ്തിട്ടില്ല, മറിച്ച് നേരെ ഞാൻ ആദ്യമായി തവാഫാണ് ചെയ്യാൻ തീരുമാനിച്ച് മക്കയിലേക്ക് പോയി തവാഫ് ചെയ്താലോ പോകൽ അനുവദനീയമാണ്. പക്ഷേ അവൻ എന്ത് ശ്രദ്ധിക്കണം, അവൻ ഇഹ്റാമിലാണ്. ഉംറയുടെ തവാഫ് ചെയ്യുമ്പോൾ എന്തൊക്കെ നാം സൂക്ഷിച്ചോ അതൊക്കെ അവിടെയും സൂക്ഷിക്കണം. അഥവാ സ്ത്രീ ആണെങ്കിൽ മുഖം മറക്കാൻ പാടില്ല, പുരുഷന് തല മറക്കാൻ പാടില്ല, ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ പുരുഷന് ധരിക്കാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഇഹ്റാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നിഷിദ്ധമായിരുന്നോ അതൊക്കെ അവന് നിഷിദ്ധമാണ്. കാരണം അവൻ തഹല്ലുലായിട്ടില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് തഹല്ലുലായവരെ കുറിച്ചാണ്. ഇനി നമുക്ക് മക്കത്തേക്ക് പോകാം. വുളു പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് മൂത്രമൊഴിച്ച് വുളു ഉണ്ടാക്കി പോകാവുന്നതാണ്. തൻ്റെ റൂമിൽ നിന്ന് തന്നെ വുളു കൊണ്ടുപോകാം. ഹറമിൻ്റെ പരിസരങ്ങളിൽ പഴയതും പുതിയതുമായ ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന ഇഷ്ടംപോലെ ബാത്റൂമുകൾ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാமல் കണ്ടതുമാണ്, അത് ഉപയോഗിച്ചതുമാണ്. അവിടെ ചെന്ന് വുളു ചെയ്യാവുന്നതാണ്. വുളു ഉണ്ടാക്കുമ്പോൾ വുളു ഒരു ഇബാദത്താണെന്ന ബോധത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനമായ വിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യാനാണെന്ന ആത്മാർത്ഥതയോടെയും പരിപൂർണ വുളു ഉണ്ടാക്കുക. ഒരു കാട്ടിക്കൂട്ടലല്ല. വുളു എന്നതൊരു ഇബാദത്താണ്, അതൊരു കാട്ടിക്കൂട്ടലല്ല. വുളുവിൻ്റെ എല്ലാ സുന്നത്തുകളും പാലിക്കുക. പ്രത്യേകിച്ച് തല മുഴുവനും തടവുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക പോലുള്ള സുന്നത്തുകളെല്ലാം പാലിച്ച് നല്ലൊരു വുളു ഉണ്ടാക്കുക. ഒരു കാരണവശാലും സോക്സിൽ തടവി വുളു ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അതൊന്നും ഒരിക്കലും ചെയ്തു പോകരുത്. അതുകൊണ്ടൊന്നും നിസ്കാരം ശരിയാവില്ല, തവാഫും ശരിയാവില്ല. കാലിൽ ധരിച്ച ചെരുപ്പുകൾ കയ്യിൽ പിടിക്കേണ്ടി വന്നേക്കാം. കാരണം അത് വെച്ചാൽ അവിടെ പോയത് എടുക്കാൻ സൗകര്യപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ നേരത്തെ നമ്മുടെ കയ്യിൽ കീസുണ്ട്, ആ കീസിൽ ചെരുപ്പിട്ട് കയ്യിൽ പിടിക്കാവുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യണം, ചെരുപ്പുകൾ നന്നായി കഴുകി വൃത്തിയാക്കണം. നജസ് ഉണ്ടാവാൻ പാടില്ല. കക്കൂസിലൊക്കെ പോയി വന്നതായിരിക്കുമല്ലോ, അപ്പം നജസ് ഉണ്ടാവാൻ പാടില്ല. അത് ഉറപ്പ് വരുത്താൻ വേണ്ടി കഴുകി വൃത്തിയാക്കുക. അങ്ങനെ നാം വുളു ഉണ്ടാക്കി പുറത്തിറങ്ങി ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കാലിന് സോക്സ് ധരിക്കുകയും പുരുഷന്മാർ ഷർട്ട് പാൻറ്റിൻ്റെ ഉള്ളിലാക്കി ഇൻസേർട്ട് ചെയ്യുകയും മുണ്ട് കൊണ്ട് തലയും ചെവിയും അഥവാ മുഖമല്ലാത്ത ഭാഗങ്ങളൊക്കെ മറയുന്ന രൂപത്തിൽ തലയിൽ കെട്ടുകയും ചെയ്യുക. അന്യ സ്ത്രീകൾ സ്പർശിച്ച് വുളു മുറിയാതിരിക്കാനാണ് ഇങ്ങനെ തലയെക്കെട്ട് കെട്ടുന്നത്. നല്ല പിരടിയും നമ്മുടെ കഴുത്തൊക്കെ മറയുന്ന രൂപത്തിൽ തലയെക്കെട്ട് കെട്ടുക. സ്ത്രീകൾ എന്ത് ചെയ്യുക, കാലിന് മറ്റുള്ളവർ ചവിട്ടിയാലും ഊരിപ്പോവാത്ത ഫിറ്റുള്ളതും കട്ടിയുള്ളതുമായ സോക്സും കയ്യുറയും ധരിക്കുക. നടക്കുന്ന സമയത്ത് നമുക്കറിയാം, മടമ്പിൽ ചവിട്ടിയേക്കാം, വിരലിന് ചവിട്ടിയേക്കാം. നമ്മുടെ കാല് വലിക്കുമ്പോൾ അനങ്ങുന്നതിന് ഊരിപ്പോരുന്ന സോക്സ് ആവാതെ ടൈറ്റുള്ള കട്ടിയുള്ള തരം ഔറത്തിൻ്റെ ഭാഗമാണ് കാലിൻ്റെ നിറം കാണാത്ത കട്ടിയുള്ള സോക്സ് ധരിക്കുക. കയ്യുറയും ധരിക്കുക. മക്കനയും നിക്കാബും ധരിക്കുക. മക്കന കൊണ്ട് മറയാത്ത മുടിയും മുഖഭാഗങ്ങളും നിക്കാബ് കൊണ്ട് മറയും. ഒരു മുടി പുറത്ത് കണ്ടാൽ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ഇലാഹിൽ വളരെ കർശനമായി വളരെ ഗൗരവത്തോടെ പറഞ്ഞത് കാണാം. 10,000 മുടക്കി സ്ത്രീകൾ ഹജ്ജിന് പോകും, പക്ഷേ തവാഫ് ചെയ്യുന്ന സമയത്ത് മുടി പുറത്ത് കാണുന്നതുകൊണ്ട് അവർ ഹജ്ജില്ലാതെയാണ് തിരിച്ചു പോരുന്നത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അപ്പോൾ മക്കനയുടെ പുറമെ മുഖം മൂടിയും കൂടെ ധരിച്ചാൽ എന്താവും, നമ്മുടെ മുടി ഒന്നുപോലും പുറത്ത് കാണുകയില്ല. പുറത്ത് കണ്ടാൽ തവാഫ് ശരിയാവുകയില്ല നമ്മൾ ഓർക്കുക. സോക്സ് ധരിക്കാതെ തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതൊന്നും കരുതാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന സ്ത്രീകളുണ്ടാകും. അപ്പോൾ സോക്സ് ധരിക്കാതെ തവാഫ് ചെയ്യുമ്പോൾ പർദ്ദയുടെ താഴ്ഭാഗത്തിലൂടെ കാൽപാദങ്ങൾ കണ്ടാൽ തവാഫ് ശരിയാവില്ല. അതേസമയത്ത് ശരിക്ക് ഏഞ്ഞ് വലിഞ്ഞ് നടക്കുന്ന പർദ്ദയിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തൊന്നും എന്ത് ചെയ്യില്ല, കാൽപാദങ്ങൾ കാണില്ല. എന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊക്കെ പ്രയാസമാണ്. മറ്റുള്ളവർ നമ്മുടെ പർദ്ദയിൽ ചവിട്ടും, നമുക്ക് നടക്കാൻ കഴിയില്ല. അതിനേക്കാളും സുരക്ഷിതമാണ് കാലിന് ഈ പറഞ്ഞതുപോലുള്ള കട്ടിയുള്ള സോക്സ് ധരിക്കുക എന്നത്. ഇപ്പോൾ സ്ത്രീകളായ നമ്മുടെ ശരീരത്തിൽ നിന്ന് കണ്ണ് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. ഇനി നമ്മുടെ വുളു അന്യപുരുഷന്മാർ തൊട്ടുമുറിയാൻ സാധ്യത വളരെ കുറവാണ്. കണ്ണിനൊന്നും വന്ന് ആരും തൊടൂലല്ലോ, വളരെ അപൂർവമാണ്. മാത്രമല്ല, കൈ ഉറ ധരിച്ചത് കൊണ്ട് ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ടും തവാഫ് ചെയ്യാം. അതുപോലെ പുരുഷന്മാർ കാലിന് സോക്സ് ധരിക്കുകയും
തലയിൽ ചെവിയടക്കം മുണ്ടുകൊണ്ട് മറക്കുകയും ചെയ്യുകയും ഫുൾക്കൈയുള്ള ഷർട്ട് ധരിച്ച് നമ്മുടെ മുൻകൈ പാൻറിന്റെ പോക്കറ്റിലോ നിസ്കാരത്തിൽ കൈകെട്ടുന്നത് പോലെ നെഞ്ചിന്റെ താഴെയോ വെക്കുകയും ചെയ്താൽ അന്യ സ്ത്രീകൾ തൊട്ട് വുളു മുറിയാനുള്ള സാധ്യത പുരുഷന്മാർക്കും വളരെ കുറവാണ്. സാധാരണ പോലെ പള്ളിയിൽ കടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി പള്ളിയിൽ കടന്ന ഉടനെ ഇഅ്തികാഫിന്റെ നിയ്യത്തും വെച്ച് നാം മതാഫിലെത്തി. കാബയെ കാണുമ്പോൾ ചൊല്ലുന്ന ദിക്റൊക്കെ സൗകര്യമുണ്ടെങ്കിൽ അവിടെ തിരക്കൊന്നുമില്ല, അവിടെ നിന്നത് ചൊല്ലാൻ കഴിയുമെങ്കിൽ പുസ്തകത്തിൽ നോക്കി അതൊക്കെ ചൊല്ലുക. ശേഷം വളരെ ബഹുമാനത്തോടെയും ആത്മാർത്ഥതയോടെയും ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് ചെന്ന് ഹജറുൽ അസ്വദിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട്, അഥവാ മുന്നിട്ട് നിന്നാൽ ഹജറുൽ അസ്വദ് അല്പം നമ്മുടെ വലതുഭാഗത്തായി വരുന്ന രൂപത്തിൽ മുന്നിട്ട് നിൽക്കുക. തിരിഞ്ഞു നടത്തം തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദ് പൂർണ്ണമായും നമ്മുടെ ഇടതുഭാഗത്താവണം. ആ രൂപത്തിൽ നിന്ന് അള്ളാഹുവെ, ഹജ്ജിന്റെ ഫർളായ തവാഫ് ഞാൻ ചെയ്യുന്നു, നീ എന്നിൽ നിന്നത് കബൂലാക്കണേ നാഥാ എന്ന് നിയ്യത്ത് വെക്കുക. ഈ നിയ്യത്ത് സുന്നത്താണ്, ഫർളില്ല. ഈ നിയ്യത്ത് സുന്നത്താണ്. ശേഷം രണ്ട് കൈകളുടെയും മുൻകൈയിന്റെ പള്ളകൾ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്കാക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈമുത്തുക. കൈമുത്തേണ്ടത് എങ്ങനെയാണ്? മൂക്കുകൊണ്ട് മാത്രമല്ല, നെറ്റിയിൽ വെക്കുകയാണ് വേണ്ടത്. മൂക്കും നെറ്റിയും ഒക്കെ വെറും മൂക്കിലല്ല, നെറ്റിയിലും മൂക്കിലും വെച്ച് മുത്തുക. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യുക. ശേഷം അതേ സ്ഥലത്ത് നിന്ന് തന്നെ കഅബയെ ഇടതുഭാഗത്താക്കി നടത്തം തുടങ്ങുക. ഇനി അഭൂതപൂർവമായ തിരക്ക് കാരണം അവിടെ ഇങ്ങനെ കഅബയുടെ ഭാഗത്തേക്ക് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാതെ വന്നാലോ, ഹജറുൽ അസ്വദിന്റെ നേരെ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ? നിയ്യത്ത് വെക്കുക. ഹജറുൽ അസ്വദിലേക്ക് തിരിയാതെ തന്നെ കൈ അങ്ങോട്ടാക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈമുത്തി നടത്തം തുടരാം. ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തിരിയുക എന്നത് സുന്നത്തും ഹജറുൽ അസ്വദിന്റെ ആ മൂലയുടെ തുടക്കം മുതൽക്ക് തന്നെ കഅബയെ തവാഫിൽ ഇടതുഭാഗത്താക്കണമെന്നത് നിർബന്ധവുമാണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് തിരിയുക എന്നത് സുന്നത്ത്, എന്നാൽ തവാഫിൽ ഹജറുൽ അസ്വദിന്റെ ആദ്യ ഭാഗം മുതൽക്ക് തന്നെ തന്റെ ഇടതുഭാഗം കഅബയിലാവണം എന്നത് നിർബന്ധവുമാണ്. അപ്പോൾ സുന്നത്ത് നഷ്ടപ്പെട്ടാലും ഫർള് നഷ്ടപ്പെടരുത് എന്ന സൂക്ഷ്മത നമുക്ക് വേണം. മുത്താനോ തൊട്ടുമുത്താനോ അതുമല്ലെങ്കിൽ ആംഗ്യം കാണിച്ച് മുത്താനോ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അതേ സ്ഥലത്ത് നിന്നു തന്നെ തിരിഞ്ഞ് കഅബയിലേക്ക് തിരിയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അതിന് മുതിരാവൂ. അങ്ങനെ ആ നടത്തം വീണ്ടും ഹജറുൽ അസ്വദിന്റെ നേരെ എത്തിയാൽ ഒരു ചുറ്റായി. ഇനിയുള്ള ചുറ്റുകൾക്കൊന്നും ഹജറുൽ അസ്വദിന് നേരെ ആംഗ്യം കാണിച്ച് മുത്താൻ വേണ്ടി തിരിയണമെന്നില്ല. നല്ല തിരക്കായിരിക്കും. മറിച്ച് കഅബ ഇടതുഭാഗത്തായിരിക്കെ തന്നെ ആംഗ്യം കാണിക്കുകയും ആ കൈയിനെ മുത്തുകയും ചെയ്താൽ മതി. തിരിയേണ്ടെന്ന് ആവശ്യമില്ല. തവാഫിൽ ദിക്റുകൾ ചൊല്ലലൊന്നും നിർബന്ധമില്ല, സുന്നത്താണ്. തവാഫിൽ ചൊല്ലേണ്ട ദിക്റുകൾ നേരത്തെ മുമ്പ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്യുക, ഈ എളിയവൻ തന്നെ തയ്യാറാക്കിയ ഉംറയുടെ ബുക്കിലുണ്ടാവും. വളരെ ഭംഗിയായ ദിക്റുകൾ അതിലുണ്ട്, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദിക്റുകൾ. പക്ഷേ തിരക്കുള്ള സമയത്ത് ബുക്ക് നോക്കി അല്ലെങ്കിൽ മൊബൈൽ നോക്കി ചൊല്ലുമ്പോൾ പ്രയാസമുണ്ടെങ്കിൽ അതേ ബുക്കിൽ തന്നെ ആവർത്തിച്ചു ചൊല്ലാനെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത 7 ദിക്റുകൾ കാണാം. ആ ദിക്റുകൾ കാണാതെ പഠിച്ചു വെക്കുക. അവ ഓരോന്നും ഓരോ ചുറ്റുകളിൽ ചൊല്ലാൻ നിശ്ചയിക്കുക. എന്ന ചുറ്റിൽ ഇന്ന ദിക്റ് ഞാൻ ചൊല്ലും എന്ന് തീരുമാനിക്കുക. അപ്പോൾ എണ്ണം വിയക്കാതെ ചെയ്യാൻ കഴിയും. എത്ര എണ്ണമായി എന്ന് സംശയം തോന്നിയാൽ ഞാൻ ഏതൊക്കെ ദിക്റ് ചൊല്ലി എന്ന് ഓർത്താൽ മതിയല്ലോ. സ്ത്രീകൾ കൈയുറ ധരിച്ചിട്ടില്ലെങ്കിൽ, സ്ത്രീകൾ കൈക്കുറ ധരിച്ചിട്ടില്ല, പിന്നെ കൈ ലൂസുള്ള എങ്ങനെ ആടിക്കുഴയുന്ന കൈയാണ് പർദ്ദക്കുള്ളതെങ്കിൽ ബുക്കോ മൊബൈലോ നോക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ പർദ്ദയുടെ കൈയിൻ്റെ ഉള്ളിലൂടെ എന്ത് കാണും? നമ്മുടെ ഔറത്ത് വെളിവാകും. അത് ശ്രദ്ധിക്കണം. ഔറത്ത് വെളിവായാൽ തവാഫ് ശരിയാവുന്നതല്ല. അതിനാണ് ഞാൻ കൈ ഉറ ധരിക്കാൻ പറഞ്ഞതും. അതുപോലെ തന്നെ പർദ്ദയുടെ കൈയറ്റം പരിധി വിട്ട ലൂസാണെങ്കിൽ ഹജറുൽ അസ്വദിനെ ആംഗ്യം കാണിച്ച് മുത്താൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴും എന്താകും? ആ പർദ്ദയുടെ കൈയിൻ്റെ ഭാഗം, മുൻകൈയിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം താഴോട്ട് മടങ്ങിപ്പോരും, താഴോട്ട് ഉതിർന്നു വീഴും. അവിടെ നമ്മുടെ മുൻകൈയിൻ്റെ മേലെയുള്ള ഭാഗം കാണും. തവാഫ് ശരിയാവുന്നതല്ല, നാം സൂക്ഷിക്കണം ഇതൊക്കെ. അപ്പോൾ നാം ഭംഗിയായി ഒരു ചുറ്റ് പൂർത്തീകരിച്ചു. ഇനി ബാക്കിയുള്ള ചുറ്റുകളും അതുപോലെ ചെയ്ത് 7 പൂർത്തിയാക്കുക, 7 എണ്ണം പൂർത്തിയാക്കുക. എല്ലാ ചുറ്റുകളിലും നടത്തത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഫർളാണ് കഅബ തൻ്റെ ഇടതുഭാഗത്താവണമെന്നത്. നമുക്കറിയാം, കഅബാലയം വൃത്താകൃതിയിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടതുഭാഗം തെറ്റിപ്പോകും. പക്ഷേ നിലത്ത് പതിച്ചിരിക്കുന്ന ഓരോ മാർബിളും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഒരു മുസല്ലയാണ്.
ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു മുസല്ലയാണ് കാബന്റെ മുറ്റത്തുള്ള എല്ലാ മാർബിളുകളും. ഈ ഓരോ മുസല്ല പോലുള്ള മാർബിളും ഉള്ളത് ശരിക്ക് കാബയിലേക്കാണ് ഉണ്ടാവുക. ആ മുസല്ലയിൽ ആ മാർബിളിൽ നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കിബില തെറ്റുകയില്ല. ആ രൂപത്തിലാണ് അതിനെ പതിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ക്രോസിൽ നടന്നാൽ, അത് നേരെ നിന്നാൽ കാബയിലേക്കാവും. അതിന്റെ ക്രോസിൽ നടന്നാലോ നമ്മുടെ ഇടതുഭാഗം കറക്റ്റായി കാബയിലേക്കാവും. അപ്പോൾ നാം നടക്കുന്ന ഭാഗത്ത് നോക്കൽ സുന്നത്ത് എങ്ങോട്ടാണ്? താഴോട്ടാണല്ലോ. ആ താഴോട്ട് നോക്കി മാർബിളിന് ക്രോസിലല്ലേ ഞാൻ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ ഇടതുഭാഗം കാബയുടെ കാബയുടെ ഭാഗത്തേക്കാവും. പ്രത്യേകിച്ച് ഇക്കാലത്ത് മസ്ജിദുൽ ഹറാമിന്റെ മുകളിലെ നിലയിലൂടെ തവാഫ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ഇടതുഭാഗം കാബയിലേക്കാവില്ല. അപ്പോൾ തവാഫ് ശരിയാവുന്നതല്ല. അത് പ്രത്യേകം കഴിയുന്നതും താഴെ തന്നെ വെച്ച് തവാഫ് ചെയ്യുക. തവാഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഔറത്ത് മറഞ്ഞിരിക്കുക എന്നതും വുദു ഉണ്ടാവണമെന്നതും 7 ചുറ്റ് പൂർത്തിയായും ഉണ്ടാവണമെന്നതുമൊക്കെ. അതുപോലെ തവാഫ് അല്ലാത്ത നിയ്യത്തുണ്ടാവാൻ പാടില്ല. ഭർത്താവും ഭാര്യയും തവാഫ് ചെയ്യായിരുന്നു, ഭാര്യനെ കാണാതായി കൈവിട്ടുപോയി. ഏതായാലും തവാഫും ചെയ്യാം, ഭാര്യനെ തിരയുകയും ചെയ്യാം, അല്ലെങ്കിൽ ഏതായാലും തവാഫ് ചെയ്യാം, ഭർത്താവിനെ നോക്കും ചെയ്യാം. ഇത് പറ്റൂല. തവാഫ് മാത്രമേ നിയ്യത്തുണ്ടാവും, മറ്റ് നിയ്യത്തുകൾ ഉണ്ടാവാൻ പാടില്ല. തവാഫിന്റെ വിഷയത്തിൽ എൻ്റെ വീഡിയോ നിർബന്ധമായും എല്ലാവരും കാണണം. അത് മുമ്പ് പോസ്റ്റ് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ. ശേഷം പോസ്റ്റ് ചെയ്യുന്ന ഫർദുകളും സുന്നത്തുകളും ഒക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. മദ്ഹബ് മാറാനോ മറ്റോ പറ്റില്ല, അത് സാധിക്കുകയുമില്ല, നമുക്കത് അറിയുകയുമില്ല. വുളു മുറിഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വുളു ഉണ്ടാക്കാനുള്ള സൗകര്യം മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളത് കണ്ടിട്ടുമുണ്ടാകും. പക്ഷെ അവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. മാത്രമല്ല നജസുള്ള ഒന്നും തന്നെ പള്ളിയിലെ ഒരു വേസ്റ്റിലും, പള്ളിന്റെ ഉള്ളിലുള്ള ഒരു വേസ്റ്റ് ബക്കറ്റിലും നജസുള്ള ഒന്നും നിക്ഷേപിക്കാൻ പാടില്ല. കടുത്ത ഹറാമാണ്. അപ്പോൾ അത്തരം പ്രത്യേകം തയ്യാറായ സ്ഥലങ്ങളിൽ പോയി വുളു ഉണ്ടാക്കി തിരിച്ചു വരിക. മൂത്രയിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തു പോവുക തന്നെ വേണം. വുളു ഉണ്ടാക്കി തിരിച്ചു വന്ന് ബാക്കിയുള്ളത് ചെയ്താൽ മതി. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3:30 വെച്ചാണ് വുളു മുറിഞ്ഞത്. 3:30 ചുറ്റായപ്പോഴാണ് വുളു മുറിഞ്ഞത്, അല്ലെ 3:15 വുളു മുറിഞ്ഞതെങ്കിൽ വുളു ഉണ്ടാക്കി വന്നാൽ ആ കാലും അരയൊക്കെ ഒഴിവാക്കുക. 3 പൂർത്തിയായി ചെയ്തു എന്ന് സങ്കല്പിച്ച് 4ാമത്തത് മുതൽക്ക് തുടങ്ങുക. പിന്നെയോ ഇത്രയും കാര്യങ്ങൾ ഹജ്ജിന്റെയും ഉംറയുടെയും ഫർളായ തവാഫുകൾക്ക് നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. മറ്റെല്ലാ തവാഫുകൾക്കും നിയ്യത്ത് നിർബന്ധവുമാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കുട്ടികളൊക്കെ വഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഉംറയുടെ ബുക്കിൽ അതിനെക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുണ്ടാകും. അത് നോക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.